ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്നാസ് കിച്ചൻ. ഞങ്ങൾ ഈ രണ്ടാം പെരുന്നാൾക്ക് ഉള്ള കസിൻസും അതുപോലെ മായ്മാരും എല്ലാവരും കൂടി കൂടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം അരീക്കോടുള്ള ഇളാപ്പാൻ്റെ വീട്ടിലങ്ങ് കൂടി. നല്ല രസമായിരുന്നു എല്ലാ കസിൻസും എല്ലാവരും കൂടി. എന്തൊക്കെ മാങ്ങയും ചാമ്പക്കയും ചക്കയും ലീഡും എല്ലാം ഓരോരുത്തരായി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ എല്ലാവരും കൂടി അവിടെ പിന്നെ അനിയൻ്റെ മോള് പ്രഗ്നൻ്റ്. അപ്പം അത് രസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചു കൊടുത്താണ്. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച ദിവസങ്ങളെ മറക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടിപൊളി വീഡിയോ. അപ്പം അമ്മായി മൂത്തമ്മയും ഞങ്ങളെ എല്ലാവരും അവളെ വായിക്കോരോന്ന് കുടിക്കലും ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതാ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും നല്ല രസമായിരുന്നു ഓരോരോ മൊമെൻറ്റും. അങ്ങനെ എല്ലാവരും കൂടി എടുത്തത് കൈക്കൽ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, അവൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി എടുത്തു വെച്ചു. അങ്ങനെ നല്ല രസമായിരുന്നു പച്ചമാങ്ങയും. അപ്പോൾ അവൾക്കൊരു ഹാപ്പിയായി. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ ബത്തക്ക, ലഡു, ചാമ്പക്ക അതൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ചുട്ടാണ് പോയത്. അപ്പോൾ നമ്മളെ ബാപ്പുല് ഭയങ്കര താരായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ പ്രശ്നമാവും വിചാരിച്ച് മാറി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ വന്നതിൻ്റെ അടിപൊളി, അവർക്കും ഹാപ്പിയായി. അവരൊന്നും ഒരു കരച്ചിലും ഒന്നുമില്ല. എല്ലാം 2 ദിവസം എൻജോയ് ആക്കി കേട്ടോ. എല്ലാവരും കൂടി പഴയ കാലത്ത് ഈ ഒരു 25 പൈസ ഇടാൻ മിഠായിണ്ടല്ലോ, അതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ആ തിരിക്കണതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുപാട് കുട്ടികൾ പാട്ടും അങ്ങനെ കൂത്തായിട്ട് ഒരുപാട് ഗെയിമൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ ഇത്രയും നിറച്ചുള്ള ഈ ട്രേ ഒക്കെ പെട്ടെന്ന് കാലിയായി പോയിട്ടാ. ബാക്കിയുള്ളത് ഇപ്പൊ കാലിയാക്കും. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? അടിപൊളി സൂപ്പർ. മൈക്ക് വലിക്കല്ലേ, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനാണ്. അതന്നെ. ഈ ഒരു വിരുന്ന് പാർക്കിൽ ഏറ്റവും രസം ഇങ്ങനത്തെ ഓരോ മക്കൾ തന്നെയായിരുന്നു കേട്ടോ. അവരുടെ കളിയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കാണാൻ പറ്റും.
അതേപോലെ നല്ല കോമഡി ആയിട്ടുള്ള ഞങ്ങളെ കസിൻസ് ഓരോരുത്തർ ഡാൻസായും പാട്ടായും ഒരുപാട് ഗെയിമായിട്ട് ഫോണിലിങ്ങനെ ഫോട്ടോസ് കാണിച്ചതിന് പാട്ടും സിനിമാ പേരൊക്കെ പറയുന്ന ഓരോരോ ഗെയിം നല്ല രസമായിരുന്നു. ആ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ മിസ്സാവാണ്. ഇങ്ങനെ 3 ടീമായിട്ടിരുന്നു കേട്ടോ. പിന്നെ പാട്ട് ജയിക്കുന്നതിൽ അങ്ങോട്ട് കളിയാക്കലും ഇങ്ങോട്ട് കളിയാക്കലും രസമായിരുന്നു. ഞങ്ങൾ കൂടിയാൽ തന്നെ ഒരു അടിപൊളിയാണ്. ആ ഒരു പ്രദേശം മുഴുവനും അറിയും ആരൊക്കെയോ വന്നിക്കണോ ഇവിടെ ഒച്ചപ്പാടായിട്ടൊക്കെ. കിടക്കാൻ സമയം 3 മണിയായി അന്ന് രാത്രി കേട്ടോ. പിന്നെ അന്ന് രാത്രി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി നെയ്ച്ചോറും ചിക്കൻ കറിയും എള്ള് ചിക്കനും ഒക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നത്തെ രാത്രിയും അടിപൊളിയായിരുന്നു. ഉറങ്ങാതെ ഇരുന്നും പാട്ടും ഗെയിമും. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ മക്കളെ ഓരോ വിക്രസും ഉണ്ടാവും. എത്ര വേടാ സിനിമ ഏതൊരു വേർഡിന്റെ ഈ ഒരു ഗിറ്റാറുണ്ടല്ലോ അത് എല്ലാവരുടെ കയ്യിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണട്ടോ. എല്ലാവർക്കും ഒരു രസമായിരുന്നു. പിറ്റേ ദിവസം എന്താ അടിപൊളി ഒരു രാവിലെ തന്നെ കുറച്ച് നൂലപ്പും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇറങ്ങി. ഇതാ അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. അതിലൊരുപാട് മീനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് മീൻ എടുത്തിട്ടിട്ട് അങ്ങ് ഇതാ കട്ട് ചെയ്യാണ് കേട്ടോ. അമ്മായിയും ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫുണ്ട് സിറാമാറി അവരൊക്കെ കൂടി. അപ്പോൾ ഇതാ മീൻ എത്ര സമയം കഴിഞ്ഞാൽ ഇതുപോലെ മീൻ ചട്ടി ഇടുന്നവരെ ഇതുപോലെ ഇളകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കണ്ടിരിക്കാം. മീനുമായി ഷമീന ഷൗക്കർ കുട്ടികൾ വീഡിയോ കണ്ടുകൊണ്ട് വന്നോളൂ. ടീച്ചർ ഇങ്ങനെയാണ് വെച്ചു. ഇങ്ങളെ വർത്താനം ഈ ഒരു വലിയ കുളത്തിൽ മീനെ വളർത്തുന്ന കേട്ടോ. ഇതിൽ വാളമീൻ ഇതേപോലെ പിരാന ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ ഇറങ്ങിയിട്ട് എടുക്കാറാണ്. അപ്പോൾ ചാച്ചുവാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ചാച്ചു എടുത്തുകൊണ്ട് തന്നെ അവന് വലിയ മീൻ കൊടുക്കാൻ നേറ്റിയിരുന്നു. ജീവന് വേണ്ടിട്ട് കെഞ്ചുകയാണ്. നമ്മളെ കാലിലൊക്കെ മണ്ണുണ്ടല്ലോ. കണ്ടില്ലേ ഇത്രയും മീൻ ഇതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞത് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ അതങ്ങ് ഫ്രഷിലങ്ങ് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി മുറിക്കലും കുറച്ച് മാങ്ങാക്കറി ഉണ്ടാക്കാനും മുളകിടാനും പിന്നെ കുറച്ച് വാലയിൽ ചുടാനൊക്കെ വേണ്ടിയിട്ടാണ്.
നല്ല രസമായിരുന്നു. ഫ്രഷ് മീൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇറങ്ങി സെമിയാനൊന്നും പോകൂല. ഇന്നലെ പൊളിച്ചു അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി കേട്ടോ. എന്നാലും ഈ മീനൊരു ചെറിയ ഇളക്കാണ് കേട്ടോ. അത് നോക്കിയാൽ കാണാൻ കഴിയും. മുറിച്ച മീനാണ്. ഇതിനുള്ളിലുള്ള എല്ലാ അഴുക്കും കളഞ്ഞിട്ടും ഈ മീൻ ഇതിങ്ങനെ ഞാൻ ചട്ടിയിൽ ഇടുന്നവരെ മീൻ മസാല വെച്ച് ചട്ടിയിൽ ഇടുന്നവരെ ഇതിന് ആ ഒരു ഇളക്കവും പിടക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അത്ഭുതമായി ഞങ്ങൾക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ അതാ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഇത്രയും നൂലപ്പം, ഇതിലേറെ ക്വാണ്ടിറ്റി നൂലപ്പം ചുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഭാഗത്ത് 28 പേരാണ് അന്ന് സ്റ്റേ ചെയ്ത് കേട്ടോ. അതൊരു 40 പേരെങ്ങാണ്ട് അന്നത്തെ ഉച്ച സമയത്ത് രണ്ടാമത്തെ പെരുന്നാൾക്ക് ഉണ്ടായിരുന്നു. അതിൽ കുറച്ചാൾ പോയിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കി 28 പേര് ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യുന്നത്. ഈ വീട്ടിൽ അത്രയും സ്പേസ് ഉണ്ടായത്, എവിടെയും കിടക്കാം. അങ്ങനെ ഞങ്ങൾ രാത്രി 3 മണിയായിരുന്നു കിടന്നുറങ്ങിയപ്പോഴേക്കും ഈ ഗെയിമും കളിയും ചെറിയ വർത്താനൊക്കെ ആയി. അപ്പം ചെറിയ മക്കളൊക്കെ നേരെ വൈകിയാണ് എണീക്കണത്. എന്താ വെച്ചാൽ രാത്രി അവരുടെ പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് നല്ല രസമായിരുന്നു. ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് നമ്മളെ മക്കൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്കൊരു എൻജോയ്മെൻറ്റ്, റിഫ്രഷ് ആവുക. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി എല്ലാവർക്കും. ഒരുപാട് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് കൂട്ടണം. എന്താ വെച്ചാൽ അത്രയും പേരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ നൂലപ്പം അത്രയും ചുട്ടിട്ട് പോലും ഇത് തയ്ഞ്ഞില്ല. ലാസ്റ്റ് ഞങ്ങൾ പൊറാട്ട കൊണ്ടുവരേണ്ടി വന്നു. അത്രയ്ക്ക് പിന്നെ വെച്ചാൽ എല്ലാവരും കൂടി കൂടുമ്പോഴും തന്നെ എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്താ വെച്ചാൽ കഴിക്കാൻ തന്നെ ഒരു എന്താ പറയുക രസമല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനും അവർ കഴിക്കാനും അങ്ങനെ നല്ല രസമായിരുന്നു. തലേദിവസം അടിപൊളിയായിരുന്നു. പക്ഷേ അത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പറ്റിയില്ല വെച്ചാൽ ഒരുപാട് തിരക്കാൻ കുക്കിംഗ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സമയത്ത് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് സമയത്ത് ഉണ്ടാക്കുക. അതുപോലെ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ മീൻ കറിയും അടി. ചാച്ചു നിനക്ക് 2 ദിവസത്തെ ഈ ഒരു ടൂറിൽ എന്താണ് പറയാനുള്ളത്? അല്ല നമ്മുടെ വൈബ്, വെക്കേഷൻ വൈബ് കുക്കിങ്ങിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സൂപ്പറാണ്. അതെടുക്കൂ. ചായ നിന്റെ ഒപ്പം തന്നെ എടുത്തോണ്ടേ കൂടിയിട്ട് എല്ലാരും കഴിഞ്ഞിട്ടിടാ. ഒരുപാട് ഓവറായിട്ട് കൊണ്ടുപോകരുത്. ആവശ്യത്തിനുള്ളത് കൊണ്ടുപോവാ. ചായ ഉണ്ടാക്കണേതാ? ചായ ഇവർക്കൊക്കെ എൻ്റെ വ്ളോഗിൽ വരാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയൊക്കെ നിന്ന് തരും ചെയ്യും. അപ്പോൾ നല്ല ചുരിദാറൊക്കെ ഇട്ട് വരായിരുന്നു വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഓരോ കമൻറ്റും കളിയാക്കലും രസമായിരുന്നു. പിന്നെ അമ്മായി അതേപോലെ വൈബ് തന്നെയായിട്ട് ഞങ്ങളെ കൂടെ കൂടാനും കളിക്കാനും അത് അടിപൊളിയാണ് കുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ 36 ഫുഡൊക്കെ കഴിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട്. ചായ ഇനി കൊണ്ടുവരണ്ട്. ചായ നിങ്ങളെ മോത്ത് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ നൂൽപുട്ടും ചിക്കൻ കറിയുമാണ്. ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വിലൊക്കെ സഹായിച്ചുകൊണ്ട് ഞങ്ങൾ നൂലപ്പവും മീൻ പിടിച്ച കിട്ടി. ചാച്ചി ഇങ്ങനെ
അപ്പോൾ എൻ്റെ അനിയനും വൈഫും ഉണ്ടായി കേട്ടോ ഞങ്ങളെ കൂടെ സ്റ്റേക്ക്. ഇതാണ് സദാ ഞങ്ങൾ അനിയൻ്റെ മോള്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. ഇതൊക്കെ രസമല്ലേ, ഇതൊക്കെ ഒരു ഓർമ്മയാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾക്ക് കുടുംബത്തിലെല്ലാവരും ഇതുപോലെ കൂടാൻ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൂടാന്നുള്ളത് ഒരു ഹരമായിട്ട്. അപ്പം ഞങ്ങൾ ഇനിയും കൂടാൻ പോവുകയാണ്. എപ്പോഴും ഞാൻ തന്നെ കേട്ടോ ഇതിനൊക്കെ ഒരുങ്ങലേ. ആദ്യം നമ്മൾ കൂടല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് ഇവരൊക്കെ ഒരുമിച്ചുണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ ഒരു ഫ്രെയിം കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആളെ ചെയ്ത് കൊടുക്കുമ്പോൾ രസമല്ലേ. അടിപൊളിയായോ? സൂപ്പർ പറഞ്ഞ സൂപ്പർ എമിയർ പേര് സൂപ്പർ പറഞ്ഞ. ഓ ഞാൻ ചിക്കൻ തീയ അതിനിപ്പോ എന്താ കൊടുക്കടേന് കൊടുക്കും. ആമിയ സജ്ജ എടുക്കണില്ല, ഭക്ഷണം എടുക്കണില്ല. ഇന്നെടുക്കൂല, ഇപ്പൊ വേണമെങ്കിൽ വരാ. വായന്റെ പൊള്ളിച്ചാട്ടിരുന്നേ, വായന്റെ പൊള്ളിച്ച തിന്നാൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ കാര്യേ തിന്നാൻ തുടങ്ങ. അതൊക്കെ ചോദിച്ചു. ഇതിലെന്താണെന്നറിയോ, കുട്ടികൾ ഒറ്റയ്ക്ക് കഴിക്കാനും ഒക്കെ കുട്ടികൾക്ക് തന്നെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അവർ വാരി കൊടുക്കൊന്നും വേണ്ട, എന്നില്ല ആരും കണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഇളാപ്പാറ മാനിക്കൂടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും ഇയാളെ. അപ്പം ഇപ്പം ഭയങ്കര പാമ്പ് പിടുത്തക്കാരനായിരുന്നു ആണ്. പിന്നെ ഇവർ രണ്ടുപേരും പുതിയ എണ്ണും പുതിയ അപ്പിളാണ് പറഞ്ഞിട്ട് കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൂടുമ്പോൾ ഒരുപാട് പേരുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് കൂടാൻ ശ്രമിക്കുക, അടിപൊളി കഴിക്കാരം. അപ്പോൾ ഭക്ഷണം കഴിക്കാത്തവർ വരെ കഴിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കൂടുമ്പോഴേ. പിന്നെ ചെറിയ കുട്ടികളായിട്ട് വരെ ഓരോരുത്തർ സ്റ്റേ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളൊക്കെ എല്ലാവരും നോക്കും ഒക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് തന്നെയല്ലേ. ഇത് എത്രാമത്തെ ട്രിപ്പ് ചായയാണ്? ഒരു 5ാമത്തെ. ഈ കാണുന്നത് സമയം 10:11 മണി ആ സമയത്തുള്ള ഇതാട്ടോ. അത് നമ്മുടെ പൂള ചിപ്സില്ലേ അതും പിന്നെ അച്ചപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു. അതെല്ലാവർക്കുള്ള വിതരണമാണ് കേട്ടോ. ഇപ്പം നല്ല രസം. എന്ത് വാങ്ങിയാലും അല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും ഇതാന്ന് പറയുമ്പോൾ തന്നെ കൈ അത്രയ്ക്ക് ആളുകൊണ്ട് നല്ല രസമായിരുന്നു. എന്താ പറയുക, അത് ഇങ്ങനെ കൂടുമ്പോഴുള്ള ആ രസം ഇങ്ങനെ കൂട്ടുകാർക്ക് അറിയട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഭയങ്കര അടിപൊളി രസമുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറേ വോയിസ് ഒക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഒരു രസമായ ദിവസങ്ങളായതുകൊണ്ടാണ് ഞാനിതൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനും തന്നെ കവർന്നെടുത്തങ്ങ് തിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം, ഇത് അച്ചപ്പം. പിന്നെ അമ്മായിക്ക് ഞാനത് പൂള ചിപ്സാണത് കൊടുക്കാന്ന്. പിന്നെ അത് അമ്മായി മറ്റു ചെറിയ പുതിയ എണ്ണൊക്കെ കൂടി മുരിങ്ങൻ്റെ ഇല ഇതാക്കി നമ്മുടെ ലില്ലു മുരിങ്ങൻ്റെ ഇല കോരിയും നമ്മുടെ ലില്ലു മാങ്ങയൊക്കെ അരിയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മായി ഇതാ ചോറൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. അതിനിടയിൽ ഞാൻ മീൻ മുളകിടാനും മീൻ പൊള്ളിക്കാനൊക്കെയുള്ള പച്ചക്കറി അരിയ. അതിപ്പോൾ തന്നെ കുട്ടികളൊരു ഭാഗത്ത് കളിക്കുന്നുണ്ട്. അവർ സെയിം ഏജുള്ള ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ മീൻ
ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വായന്റെ മീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ. അടിപൊളിയായി കേട്ടോ. ഫുള്ള് വ്ളോഗ് നിങ്ങൾ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം? ഞാൻ മാത്രമല്ല കേട്ടോ കുക്ക് ചെയ്യാൻ, എല്ലാവരും അരിഞ്ഞു തരാനും എനിക്ക് നല്ല പണിയില്ല. അടുപ്പത്ത് നിന്ന് ഇളക്കുക, അടുപ്പത്ത് നിന്ന് വാട്ടി ഇളക്കി കുക്ക് ചെയ്താൽ മാത്രം മതി. അതിനിടയിൽ മാങ്ങയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ വായൻ്റെ ഒരാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം അരിഞ്ഞേറെ റെഡി ആളാണ്. അപ്പോൾ പ്രത്യേകിച്ച് താങ്ക്സ് പറയുകയാണ് എൻ്റെ സൈനോനും ഷാനക്കും. അവരടുക്കളയിൽ നിന്ന് മാറിയിട്ടില്ല. അതേപോലെ ഷെമിയാമ്മ, സെറാമ, നസ്യാമ്മ, ഇവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഞാൻ വീഡിയോയിലൂടെ പറയാം കേട്ടോ. അന്നത്തെ ദിവസം ഹാപ്പിയാക്കി തന്നതിന് എല്ലാവർക്കും ഓർമ്മിക്കാനും പിന്നെയും കൂടാനുള്ള ആ ഒരു ഇഷ്ടം കൂടി എന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടല്ലേ. എല്ലാവരും ഒരുമിച്ച് പണിയെടുത്തും എല്ലാവരും ഒരുമിച്ച് എൻജോയ് ആക്കിയും. അങ്ങനെ മീൻ വായിൽ പൊള്ളിച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ അങ്ങ് എയർ ഫെയറിൽ വെച്ച് കൊടുത്തു കേട്ടോ. മീൻ മുളകിട്ടു. പിന്നെ ചക്കക്കുരു, മുരിങ്ങയില, മാങ്ങ, തേങ്ങ അരച്ച കറി കേട്ടോ. അതിനുശേഷം എല്ലാവർക്കും സെർവ് ചെയ്യൽ തുടങ്ങി. അടിപൊളി തന്നെയായിരുന്നു. എല്ലാവരും ക്യൂ നിൽക്കലും പപ്പടം പൊരിച്ചതും ഈ കറികളും അതും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ചോറ് പോയ വഴി കണ്ടില്ല. പൊട്ടന്മാരെ ഞങ്ങൾ ഇത്രയും ആൾ നിന്നിട്ട് എരപ്പാക്കി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിയും കുട്ടികൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ കയറി ക്ലീനാക്കി. പിന്നെ ഓരോരോ ട്രിപ്പിനും പറഞ്ഞില്ലേ ചെറിയ കുട്ടികളായിട്ട് സ്റ്റേ. അപ്പോൾ ഒക്കെ ഈ വടിയും കോലൊക്കെ തൊട്ടിക്കോലൊക്കെ കൊണ്ടാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ പോകാൻ ഇറങ്ങിയിട്ടോ. ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും ബസ്സിന് പോരാ എല്ലാവരും. ഒരുപാട് പേര്, കുറച്ച് പേര് കാറ് പോയി, കുറച്ച് പേര് സ്കൂട്ടിയിലാണ്, അങ്ങനെ കുറച്ച് പേര് കാറിൽ, അങ്ങനെ ആയിക്കാണ്ടൊക്കെ എല്ലാവരും ഇറങ്ങാനായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പിന്നെ അതെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്.